ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ലൈവ് ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ ഇപ്രകാരം പറയുന്നു: രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേർ മലീത്ത എന്ന് അവർ ഗ്രഹിച്ചു. അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിക്കുകയും മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെ ഒക്കെയും കൈക്കൊണ്ടു. പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവൻ്റെ കൈക്ക് പറ്റി. ആ ജന്തു അവൻ്റെ കൈമേൽ തൂകുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ, സംശയമില്ല എന്ന് പറഞ്ഞു. കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ദോഷമൊന്നും പറ്റിയില്ല. അവൻ വീർക്കുകയും പെട്ടെന്ന് ചത്തു വീഴുകയും ചെയ്യുന്നുമെന്ന് വെച്ച് അവർ കാത്തുനിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവന് ആപത്തൊന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവൻ ഒരു ദേവൻ എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചെറിയൊരു ചിന്ത മാത്രമാണ്, ദൈവാത്മാവ് എന്നൊരു ചിന്ത മാത്രമാണ് നിങ്ങളോട് ഇന്ന് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമുക്കറിയാം പൗലോസ് കപ്പൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ നിന്ന് കടന്നുപോയ സമയത്താണ് ഈ ഒരു സംഭവം നമ്മൾക്കറിയാം. അവിടെ കപ്പൽ ഛേദത്തിൽപ്പെട്ടു, കപ്പൽ തകർന്നു. അങ്ങനെ തകർന്ന സമയത്ത് അവിടെ കുറേ കുറ്റവാളികൾ എല്ലാവരും കൂടെ വെള്ളത്തിൽ വീണു. അങ്ങനെ അവരൊക്കെ നീന്തി കരയിലേക്ക് കയറി മെലീത്ത ദ്വീപിലെത്തി. നമുക്കറിയാം കള്ളന്മാരാണെന്ന് അവരറിയാം, അല്ലെങ്കിൽ അവർ കുറ്റവാളികളാണെന്ന് അറിയാമെങ്കിൽ പോലും ആ ദേശനിവാസികൾ അവരെ കൈക്കൊണ്ട് അവർക്കൊരു ദയ കാണിച്ച് അവർക്ക് മഴയും മഞ്ഞും കാരണം തണുത്തുറച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ അവർക്ക് തീ കൂട്ടിയിട്ട് അതിന് തീക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, ചൂട് കായാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു. അവിടെ വിറക് കൊടുത്തു, എല്ലാ കാര്യങ്ങളും അവരെ ക്ഷണിച്ചു, അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തു എന്നാണ് നമുക്കിവിടെ വായിക്കാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന ഒരു ദേശത്ത് ആയിരിക്കുന്ന പൗലോസും കൂട്ടരും, അതായത് പൗലോസിൻ്റെ കൂടെ കപ്പലിലുണ്ടായിരുന്ന മറ്റുള്ളവരും അവിടെ വിറകുകളും തണുത്ത് പറച്ച് മഴയുണ്ട്, തണുപ്പുണ്ട്, അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ഡിസംബർ മാസത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് വളരെ തണുപ്പ് അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ. കഴിഞ്ഞ നാളുകൾക്ക് അപേക്ഷിച്ച് ഇപ്പോൾ രാത്രിയിലൊക്കെ നല്ല തണുപ്പ് നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. ക്രിസ്മസിന് പൊതുവേ തണുപ്പുകളൊക്കെ ഉണ്ടാവും, പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും അത്ര വലിയ തണുപ്പുകളൊന്നും നമ്മൾ അനുഭവപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഈ വർഷം നന്നായിട്ട് നമുക്ക് തണുപ്പൊക്കെ നമുക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ അവിടെ വളരെ തണുത്തുറച്ചിരിക്കുന്ന അവസ്ഥകളാണ്. തണുത്ത് വിറച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ അവർക്ക് തീ കായുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല അല്ലേ. കഴിഞ്ഞ ദിവസം ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ റാന്നി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയ സമയത്ത് അവിടെയൊക്കെ വളരെ രാവിലെ മുതൽ വൈകുന്നേരം വെയിലൊന്നുമില്ല, വളരെ ഫുള്ള് തണുത്തിരിക്കുന്ന ഒരു അവസ്ഥ ഞങ്ങൾ അനുഭവപ്പെടുവാനൊക്കെ ഇടായിത്തീർന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതുപോലെ തണുത്തിറക്ക് നമ്മൾ പറയും ചൂടോ സെറ്ററോ എന്തെങ്കിലും വേണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ കാലഘട്ടത്തിൽ അതൊക്കെ ഉണ്ടാകണോ, അവരുടെ കൂടെ കപ്പലുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ അവർ തണുത്തുറച്ച് നീന്തി കരയിലേക്ക് കയറി നനഞ്ഞിരിക്കുന്ന അവസ്ഥ, ശരീരം മൊത്തം കുതിർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഈ തണുപ്പ് കൂടി ആകുമ്പോൾ അത് വളരെ അവരെ എഫക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വിവരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവിടെയാണ് അവർക്കൊരു തീ കായുവാനുള്ള ഒരു ആശ്വാസം ലഭിച്ചിരിക്കുന്നത് അല്ലേ. ഈ ഒരു ചിന്തയാണ് എന്നെ ഇന്ന് ചിന്തിപ്പിച്ചത്. എന്നെ ദൈവാത്മാവ് എന്നിൽ പകർന്നു തന്ന ചിന്തയും ഇത് തന്നെയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ തണുത്തുറച്ചിരിക്കുന്ന ഒത്തിരി അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. തണുത്തുറച്ചിരിക്കുന്ന അവസ്ഥകൾ, ആത്മീയതയിൽ തണുത്തുറച്ചിരിക്കുന്ന അവസ്ഥകൾ, വചന വായനയിൽ നമ്മൾ തണുത്തുറച്ചിരിക്കുന്ന അവസ്ഥയിൽ, നമ്മൾ ദൈവമായിട്ടുള്ള പ്രാർത്ഥനയിൽ നമ്മൾ തണുത്തുറച്ചിരിക്കുന്ന അവസ്ഥയിൽ, ഇങ്ങനെ കുറേ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നവരാകാം അല്ലേ. പക്ഷേ അവിടെ നമ്മൾ തണുപ്പ് മാറ്റണമെന്നുള്ള ആത്മാവിൻ്റെ ചൂട് നമ്മൾ പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ആ തണുപ്പിൽ നിന്ന് രക്ഷ നേടുവാൻ സാധിക്കുള്ളൂ. തണുത്തുറച്ചിരിക്കുന്ന ആത്മീയ ജീവിതത്തിലെ നമ്മൾ ഉണർത്തണമെന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലേക്ക് ലഭിച്ചെങ്കിൽ നമ്മൾ തീർച്ചയായും നമുക്ക് ശക്തി പ്രാപിക്കുവാനിടയിൽ തീരും, നമ്മൾ ചൂട് പിടിക്കുവാനിടയിൽ തീരും. ആ ചൂടിലൂടെ നമ്മുടെ തണുത്തിരിക്കുന്ന അവസ്ഥകളെ മാറിപ്പോകാനിടയിൽ തീരും. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി തണുത്തിരിക്കുന്ന അവസ്ഥകൾ മറ്റു തരത്തിലുള്ള ഭൗതികമായാലും ആത്മീകമായാലും ഒത്തിരി തണുത്തുറച്ചിരിക്കുന്ന അവസ്ഥകളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് അല്ലേ. നമ്മൾ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ നന്നായിട്ട് വചനം വായിച്ചവരായിരുന്നു, കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരായിരുന്നു, കഴിഞ്ഞ നാളുകളിൽ പല കാര്യങ്ങളും അത്ഭുത പ്രവർത്തികൾ ചെയ്തവരായിരുന്നു, പല നാളുകളിൽ എൻ്റെ പ്രാർത്ഥനയിലൂടെ പലർക്കും വിടുതൽ കിട്ടിയതായിരുന്നു, കഴിഞ്ഞ നാളുകളിൽ ഞാൻ പലരോടും സുവിശേഷം പറഞ്ഞ് അവർ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ നാളുകളിൽ ഞാൻ പലരോടും ദൈവവചനം പറഞ്ഞിട്ട് അവർക്ക് ആശ്വാസം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക്
കഴിഞ്ഞ നാളുകളിലായിരുന്നു. പക്ഷേ ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണർന്ന് തണുത്തുറച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കുന്നത് അല്ലേ. നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വചനം വായിക്കാൻ പറ്റുന്നില്ല, സുവിശേഷം പറയാൻ പറ്റുന്നില്ല, രോഗശാന്തി നൽകാൻ പറ്റുന്നില്ല, ആശ്വാസം പകർന്നു കൊടുക്കാൻ പറ്റുന്നില്ല. ഒരു കാരണവശാലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ തണുത്തുറച്ചിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നിങ്ങളോട് ദൈവാത്മാവ് എന്ന് പറയുന്ന ഒരു കാര്യം മറ്റൊന്നുമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ തണുത്തിരിക്കുന്ന അവസ്ഥകൾ മാറിപ്പോകണമെന്നുണ്ടെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവ് എന്ന തീ ഇറങ്ങിയേ പറ്റത്തുള്ളൂ. തീ പോലെ ഇറങ്ങിയെങ്കിൽ മാത്രമേ ആ തണുത്തിരിക്കുന്ന അവസ്ഥ നമ്മളിൽ നിന്ന് മാറിപ്പോകത്തുള്ളൂ. ആ തീക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക തന്നെയാണ്. ദൈവമേ, ഞാൻ തണുത്തുറച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്, എൻ്റെ ജീവിതത്തിലേക്ക് ഈ തീയെ അയക്കണമേ കർത്താവേ, ഈ തീയെ എൻ്റെ ജീവിതത്തിലേക്ക് അയക്കണമേ കർത്താവേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് എന്ന തീ എൻ്റെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ വീണ്ടും ഉണർന്ന് പ്രവർത്തിക്കുവാനിടയെ തീരും. തണുത്തുറച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി എനിക്കൊരു ഉണർവിൻ്റെ ആത്മാവിനെ എൻ്റെ ജീവിതത്തിലേക്ക് പകരുവാൻ ദൈവം ഇടയാകണമേ എന്നൊരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നയിക്കും. അതിന് നമ്മൾ ശുദ്ധീകരണം, നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണം ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ നമ്മൾ ഒരുങ്ങി കൊടുക്കണം. ദൈവത്തിൻ്റെ മഹത്വം നമ്മളിലേക്ക് ഇറങ്ങുവാൻ, ഗ്ലോറി നമ്മളിലേക്ക് ഇറങ്ങുവാൻ വേണ്ടി നമ്മളെ തന്നെ ഉറപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുക. ഇവിടെ ചൂട് മാറണം എന്നുള്ളത് പൗലോസിൻ്റെയും കൂട്ടുകാരുടെയും ആഗ്രഹമായിരുന്നു. അവരുടെ ജീവിതത്തിൽ ആ ചൂട് മാറിക്കിട്ടുക എന്ന് പറയുന്നത് പൗലോസിൻ്റെയും കൂട്ടുകാരുടെയും ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ചൂട് കൂട്ടുവാൻ വേണ്ടി, അല്ല ചൂട് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? തീ കായുകയാണ്. തീ കായുമ്പോൾ വിറകൊക്കെ എടുത്തിട്ട് വേണം കത്തിക്കാൻ. ഇതുപോലെ നമ്മളും ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ തീ നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എഫേർട്ട് എടുത്തേ പറ്റത്തുള്ളൂ. ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കുവാൻ തയ്യാറാകുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കാൻ, ദൈവത്തോട് യാചിക്കുവാൻ, ദൈവത്തോട് ചോദിക്കുവാൻ നമ്മൾ തയ്യാറാകുക. ദൈവം അത് ദാനമായി നൽകി തരും. അപ്പോസ്തലൻ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾക്ക് ബത്സിക്കാതെ ഔദാര്യമായി ദൈവം നൽകത്തോട് ജ്ഞാനത്തെ ചോദിക്കാം. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ചോദിക്കാം. ദൈവത്തിനോട് ബത്സിക്കാതെ നമ്മൾ ചോദിക്കുവാനാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഒരു കാര്യത്തിലും ദൈവത്തിനോട് യാതൊരു മറവും വേണ്ട. ദൈവത്തിനോട് സകലതും ഓപ്പണായിട്ട് ചോദിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്രകാരം ദൈവത്തോട് ചോദിക്കുവാൻ നമ്മളെ തന്നെ തയ്യാറാക്കുക. ദൈവമേ, ഇന്ന് ഞാൻ ചോദിക്കുകയാണ്, അങ്ങയുടെ ആത്മാവിനെ എന്നിലേക്ക് പകരണമേ. അങ്ങനെ ആത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു വരുമ്പോൾ ഇവിടെ വായിക്കുന്ന മറ്റൊരു ഭാഗം ഇങ്ങനെ പറയുന്നു, പൗലോസ് കുറേ വിറക് പേർക്ക് തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവൻ്റെ കൈക്ക് പറ്റി. അവനും ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. ഈ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടുന്നൊരു കാര്യമാണ്. നമ്മൾ ചൂട് പിടിക്കാതെ, നമ്മൾ തണുത്തുറച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു തരത്തിലും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടാകത്തില്ല. തണുത്തുറച്ചിരിക്കുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പണത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അധികം വരുന്നില്ല, പ്രയാസങ്ങൾ അധികം വരുന്നില്ല, രോഗങ്ങൾ അധികം വരുന്നില്ല, ഒന്നും തന്നെ ഇല്ലാന്നില്ല. പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല, സ്മൂത്തായിട്ട് എല്ലാ കാര്യങ്ങളും പോകുന്നു. നമ്മുടെ ചിന്താഗതി അപ്രകാരം നമ്മൾ സ്മൂത്തായിട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു തരത്തിലും, അല്ലെങ്കിൽ തണുത്തുറച്ചിരിക്കുന്ന സമയത്ത് ഒരു തരത്തിലും ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊന്നും കടന്നു വരത്തില്ല. അതാണ് ഇവിടെ തന്നെയും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്കറിയാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട്. ചൂട് പിടിച്ച സമയത്ത് അവിടെ പിശാച്, അല്ലെങ്കിൽ ചൂട് പിടിച്ച സമയത്ത് അവിടെ അണലി കടിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ആത്മാവിൻ്റെ ശക്തി തീ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ഈ ചുരുട്ട മണ്ഡലി പോലുള്ള, അണലി പോലുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് എതിരിട്ട് വരും. ശത്രു അണലി പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമ്മുടെ ദോഷം വരുത്തുവാൻ, നമ്മുടെ ജീവൻ ആപത്ത് വരുത്തുവാൻ, നമ്മുടെ പ്രയാസങ്ങളിലേക്ക് തള്ളിയിടുവാൻ, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ കൊണ്ടുവരാൻ അവൻ പലതവണ ശ്രമിച്ചു വന്നിരിക്കും. പക്ഷേ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ വായിച്ചിരിക്കുന്ന കാര്യം, അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ആത്മാവിൻ്റെ തീയാണ് നമ്മൾ ജ്വലിക്കുന്നതെങ്കിൽ, ആത്മാവിൻ്റെ തീയാണ് നമ്മളിലൂടെ പ്രകാശിക്കുന്നതെങ്കിൽ, ആത്മാവിൻ്റെ തീയാണ് നമ്മളെ തണുത്തിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി ചൂട് പിടിപ്പിച്ചതെങ്കിൽ ഒരുവരും നിങ്ങളുടെ ദോഷം വരുവാൻ സമ്മതിക്കുകയില്ല. ഒരു ദോഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല. ഒരു ദോഷത്തിനും, ഒരു പാമ്പിനായാലും, ഒരു സിംഹത്തിനായാലും, അലറുന്ന സിംഹത്തിനായാലും, ആർക്കായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് കൊണ്ടുവരാൻ സമ്മതിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലും ആവശ്യമായിട്ടുള്ള കാര്യം. അത് തന്നെയാണ്. എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഒരു ചൂട് പറ്റുവാൻ ഇടയായി തീരുക. അവിടെ തണുത്തിരിക്കുന്ന ഒരു അവസ്ഥയിൽ പൗലോസിനൊക്കെ ബർബരന്മാർ അവിടെയുള്ളവർ ദയ കാണിച്ചതുപോലെ കർത്താവായ യേശുക്രിസ്തുവും കർത്താവായ ദൈവം നമ്മളിലോടും ദയ കാണിക്കുകയാണ്. എന്താണ്? നിങ്ങളും ചൂട് പിടിക്കുവാൻ തയ്യാറാകുക. നിങ്ങൾ യാചിച്ചാൽ, നിങ്ങളുടെ അവസ്ഥ കാണുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും.
നിങ്ങൾ എവിടെയാണ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ചൂട് പകരുവാൻ ദൈവത്തോട് യാചിക്കുക. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിലേക്ക് തരണമേ കർത്താവേ. ഇപ്പോൾ ഞാൻ സ്മൂത്തായിട്ട് തണുത്തുറച്ചിരിക്കുന്ന അവസ്ഥയിലൂടെയാണ് പോകുന്നത്, പക്ഷേ എനിക്കത് പോരാ. അങ്ങയുടെ ആത്മാവിനെ എന്നിലേക്ക് പകരണമേ കർത്താവേ. എങ്കിലും എൻ്റെ ചൂട് പിടിച്ചിട്ട് എൻ്റെ ആത്മശക്തി പുറപ്പെടുവിച്ചിട്ട് ഞാൻ പഴയതുപോലെ ആയി തീരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് കർത്താവേ. വചനത്തിലൂടെ ധ്യാനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ദൈവമായിട്ട് കൂടുതൽ അടുത്ത് ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിൽ ആ തളർത്തിരിക്കുന്ന അവസ്ഥകൾ മാറ്റി ദൈവം ഒരു ചൂട് പിടിപ്പിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി എന്നിലേക്ക് പകരണമേ എന്നുള്ളൊരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ഒരണലിക്കും നിങ്ങളെ തൊടുവാൻ സാധിക്കുകയില്ല. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുകയില്ല. ഒരു തരത്തിലുള്ള പിശാചിക പ്രവർത്തനങ്ങൾ നിങ്ങളെ ബാധിക്കുകയില്ല. ഒരിക്കലും നിങ്ങളുടെ ജീവന് ഹേതുവായിട്ട് ഒരു തരത്തിലും ഒരു സാധനവും എഴുന്നേറ്റ് വരത്തില്ല. അത് ഗ്യാരണ്ടി. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അണലി കടിച്ചിട്ട് അവൻ ചത്തു വീഴുന്നതും വീർക്കുന്നതൊക്കെ കാണുവാൻ ബർബരന്മാരിരുന്നപ്പോൾ അവൻ അതിനെ കുടഞ്ഞു കളഞ്ഞു. അവൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല, ഒരു ദോഷവും അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. പൗലോസിൻ്റെ ജീവിതം എടുത്ത് നോക്കുമ്പോൾ ദൈവം അവനെ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവം അനന്യാസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അവൻ എൻ്റെ പേരിൽ കഷ്ടം സഹിക്കുവാൻ ഇരിക്കുന്നവനാകുന്നു എന്ന് അവൻ ഒരിക്കൽ 9-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. അതിൻ്റെ 2 കൊരിന്ത്യലേഖനം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് എന്തൊക്കെ കഷ്ടം അനുഭവിച്ചിട്ടുണ്ടെന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിണിത ഫലമായ ഒരു കാര്യം തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നത്. അവൻ കപ്പലിലകപ്പെട്ടു, പാമ്പ് കടിക്കാൻ വന്നു, എന്നിട്ടും അവൻ്റെ ജീവിതത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവനിൽ ഇറങ്ങിയിരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയായിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയായിരുന്നു പൗലോസിൽ ഇറങ്ങിയിരുന്നത്. അതേ ആത്മാവ് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരിക. ഏതൊരാപത്ത് പോയാലും, ഏത് പ്രയാസങ്ങൾ വന്നാലും, ഏത് പ്രതിസന്ധികൾ ജീവിതത്തിലേക്ക് കടന്നു പോയാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രയാസങ്ങൾക്ക് ഒരു തരത്തിലും കഷ്ടം വരികയില്ല. നിങ്ങളുടെ ജീവിതത്തിന് ഒരു തരത്തിലും കഷ്ടം വരികയില്ല. നിങ്ങളുടെ ഒരു പ്രയാസങ്ങളും നിങ്ങളെ ബാധിക്കുകയില്ല. സകലതും വഹിക്കുവാൻ, സകലതിനെയും കരുതിക്കൊള്ളുവാൻ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ചൂട് പകർന്നു തരും. ആ ചൂടിന് വേണ്ടി വാഞ്ചിക്കുക. ദൈവമേ, ഇന്ന് ഈ തണുത്തുറച്ചിരിക്കുന്ന എൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്ന് ദൈവമേ ചൂട് പിടിച്ചിട്ട് മുന്നോട്ട് പോകാൻ എന്നെ സഹായിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായി തീരാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഈ വരുന്ന ക്രിസ്മസിന്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഡിസംബർ മാസത്തിൽ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ സമയത്ത് തണുത്തുരിച്ചിരിക്കുന്ന ഈ കാലാവസ്ഥയിൽ നിന്ന് മാറി ദൈവമേ ചൂട് പിടിച്ചുകൊണ്ട് ദൈവത്തിനോട് പോരാടുവാൻ, കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, കർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കർത്താവിനെ അനേകരിലേക്ക് പകർന്നു കൊടുക്കുവാൻ എന്നിലേക്ക് ശക്തി പകരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് തരാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.